വി ഡി സതീശൻ മന്ത്രിസഭയിലെ മറ്റൊരു യുവമുഖം ശ്രീ റോജി എം ജോൺ. സ്വാഗതം മിനിസ്റ്ററെ. ഈ താങ്കളുടെ പേര് ഈ ക്യാബിനറ്റ് രൂപീകരണ സമയത്തൊക്കെ തന്നെ ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കേട്ടതാ. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു അപ്രതീക്ഷിതമായ എൻട്രി എന്നൊന്നും പറയാനാകില്ല. ആദ്യമേ കേട്ട പേര് തന്നെയാണ്. അവിടെ മാത്രമല്ല പല പദവികളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന പേര് തന്നെയാണല്ലോ. എന്തായാലും മന്ത്രിസഭയിൽ ഈ 3ാം തവണയാണ് MLA ആകുന്നത് തുടർച്ചയായി അങ്കമാലിയിൽ നിന്ന്. മന്ത്രിസഭയിൽ ഈ വരുമ്പോൾ MLA ആകുന്നതുപോലെയല്ലല്ലോ മന്ത്രി. മാത്രവുമല്ല 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDF ആണ് സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അത്രയേറെ മാൻഡേറ്റാണ് ജനങ്ങൾ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നു. അത് ചെറിയൊരു അനുഭവമല്ല. നമുക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സഭയ്ക്കകത്തായാലും സഭയ്ക്ക് പുറത്തായാലും ഒക്കെ ഒത്തിരിയേറെ സമരങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തൊക്കെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ ശബ്ദം പോയി തൊണ്ടയടഞ്ഞിട്ടുള്ള നിരവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സഭാ സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ശബരിമല വിഷയവും ഒക്കെയായി വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സഭാ സമ്മേളനമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ ബൈ പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മനസ്സിൽ കരുതിയത് തിരിച്ചതിനകത്ത് വരുമ്പോൾ അപ്പുറത്തെ ആയിരിക്കാൻ കഴിയണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും അത് വരാൻ സാധിച്ചു എന്ന് മാത്രമല്ല, വളരെ തിളക്കമാർന്ന വിജയത്തോടു കൂടി ഒരു ചരിത്ര വിജയം കൈവരിച്ച് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. അതിന് താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ടായി എന്ന് പറയാൻ കാരണം ജനങ്ങൾക്ക് കഴിഞ്ഞ സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടത് മാത്രമല്ല, ജനങ്ങൾ വലിയ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണമായും പ്രയാസത്തിലായി, ദുരിതത്തിലായി, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങളാണ് UDFനെ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 102 സീറ്റിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയമാണ്. വലിയ വിജയം അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രതീക്ഷകളാണ്, കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഈ ഒരു ടീമിൻ്റെ ഭാഗത്തുനിന്ന്, UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാവും. ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള MLA-മാരിൽ ഒരാളാണ് റോജി എം ജോൺ. ചോദ്യോത്തര വേള മുതൽ സഭയെ തടസ്സപ്പെടുത്തുന്ന അവസാനത്തെ ആ ഒരു സഭാ സമ്മേളനം മുഴുവനും കേട്ടതാണ്. പ്രതിപക്ഷം കേട്ട പഴി അതായിരുന്നു. അപ്പോൾ ആ ആക്ഷേപങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അത്രയേറെ മാൻഡേറ്റ് തന്നും ദൈവനിയോഗവും കൂടിയായി വന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. നിങ്ങൾ ഉയർത്തിയ അതേ ആരോപണങ്ങളും അതേ വിമർശനങ്ങളുമാണ് ഇനി നിങ്ങൾ നേരിടാൻ പോകുന്നത്. അല്ല, അത് നമ്മുടെ പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ വിഷയത്തിലുള്ള അനുസരിച്ചിട്ടായിരിക്കുമല്ലോ പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനവും വരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു ഗുഡ് ഗവേണൻസ് കേരളത്തിൽ കാഴ്ചവെക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക. സ്വാഭാവികമായും പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ LDFന് കുറേ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അതൊരു ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകുന്ന ഭരണപക്ഷ പ്രതിപക്ഷ എന്താ പറയുന്നത് ഒരു ഇപ്പോൾ ബഹുമാനമുണ്ടല്ലോ. അപ്പോൾ അത് നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മൾ ഇപ്പോൾ LDFൻ്റെ ഭാഗത്തുണ്ടായ ഒരു വിഷയം പ്രതിപക്ഷ സമരങ്ങളോട് പോലും വളരെ അസഹിഷ്ണുതയോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പല സമയത്തുമുള്ള സമീപനം. ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകളെ പോലീസ് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ പോലീസ് മർദ്ദിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പലപ്പോഴും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പോലീസ് മർദ്ദിക്കുന്നതോടൊപ്പം ഭരണ പാർട്ടിക്കാർ കൂടി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമായിരുന്നില്ല. അപ്പോൾ പക്ഷേ അത്തരമൊരു രീതിയിലേക്കൊന്നും പോകാൻ നമ്മളാരും ആഗ്രഹിക്കുന്നുമില്ല. കാരണം നമ്മളൊക്കെ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഭരണകക്ഷി പ്രതിപക്ഷ എന്താ പറയുന്ന ഒരു ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ മറ്റു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല. ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ അതിനെ കായികമായിട്ട് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അടിച്ചമർത്താനോ ഉള്ള ഒരു സമീപനം അല്ല നമ്മുടേത്.
നമ്മൾ കൃത്യമായ ജനാധിപത്യ മര്യാദ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത്തവണ ഈ CPM മാത്രമല്ല BJP നിന്ന് 3 MLA-മാരും കൂടി താങ്കളുടെ മന്ത്രിസഭയ്ക്ക് നേരിടേണ്ടി വരും. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പം കഴിഞ്ഞ സഭയിൽ BJPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ 3 അംഗങ്ങൾ BJPയിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമാണ്, അത് ആശയങ്ങളുടെ ഒരു സംവാദമാണ്. അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും നിയമസഭയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ശ്രമിക്കുക. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടേതായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്, കർമ്മപരിപാടികളുണ്ട്. ഞങ്ങൾ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകും. അതിൽ സഹകരിപ്പിക്കാവുന്ന മേഖലകളിലൊക്കെ എല്ലാവരെയും സഹകരിപ്പിച്ച് പോകണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം പല കാര്യങ്ങളിലും എങ്ങനെ വരുന്നുവെന്ന് നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. ഒരു മന്ത്രി എന്ന നിലയിൽ VD സതീശൻ സർക്കാർ എങ്ങനെയായിരിക്കുമെന്നൊരു തുടക്കം ആദ്യ ക്യാബിനറ്റിൽ നമ്മൾ കണ്ടതാണ്. ജനക്ഷേമ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു. യുവനിരയിൽ നിന്നുള്ളൊരു മന്ത്രി കൂടിയാണ് അങ്ങ്. അപ്പോൾ അങ്ങ് ഈ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഇടത് സർക്കാരിന് എവിടെയാണോ വീഴ്ച പറ്റിയത് എന്ന് പറയുന്നിടത്ത് തിരുത്താൻ അങ്ങ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാദ്യം ഓടി വരുന്നത് എന്തായിരിക്കും? ഇപ്പം ഞങ്ങൾ ഉദാഹരണത്തിന് 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് അത് വേണമെങ്കിൽ 5 എണ്ണം ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആളുകൾ നമുക്കൊരു പ്രഖ്യാപനം എന്തെങ്കിലുമൊക്കെ നടത്തി ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി അതിൻ്റെ മോഡാലിറ്റീസൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ജൂൺ 15 മുതൽ അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ആർ കമ്മിറ്റഡ് ടു ദാറ്റ്. നമ്മളത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് മാറ്റമില്ല. ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്, ആ വാക്ക് പാലിക്കുന്ന സർക്കാരാണ്. അതുപോലെ ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ അംഗൻവാടിക്കാരുടെ കാര്യത്തിലും എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് അത് രൂപീകരിക്കുമെന്ന് പറഞ്ഞു. അത് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇനിയും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നിനെ സംബന്ധിച്ചും അതിൻ്റെ കൃത്യമായ മോഡാലിറ്റീസ് വർക്കൗട്ട് ചെയ്തിട്ട് വേണം അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കിടക്കാനായിട്ട്. അത് വരുന്ന ആളുകളിൽ ഉണ്ടാവും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, എന്താണ് തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. നിരവധി കാര്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ് ഭരണാധികാരികൾ എപ്പോഴും ജനങ്ങൾക്ക് അക്സസിബിൾ ആയിരിക്കണം ആണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. പക്ഷേ കഴിഞ്ഞ സർക്കാർ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. കാരണം പലപ്പോഴും അക്സസിബിൾ അല്ലാതിരുന്ന, സാധാരണ ജനങ്ങൾക്ക് അക്സസിബിൾ അല്ലാത്ത ഒരു സംവിധാനമായി കഴിഞ്ഞ സർക്കാർ മാറിയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ തിരിച്ചടികൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളിപ്പോൾ മന്ത്രിമാരാകുന്നു അല്ലെങ്കിൽ MLA-മാരാകുന്നു, ഓരോ സ്ഥാനമാനങ്ങളിൽ വരുന്നു എന്ന് പറയുന്നത് അതൊക്കെ ജനങ്ങൾ നമുക്ക് നൽകുന്ന സ്ഥാനമാനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. തീർച്ചയായും എല്ലാ ആശംസകളും നേരുന്നു. എവിടെയാണോ പിണറായി വിജയൻ സർക്കാരിന്, അതായത് ഒരിക്കലും ജനങ്ങൾക്ക് ആക്സസിബിൾ അല്ലാത്ത ഒരു സർക്കാരായിരുന്നു എന്ന പഴിയാണ് ഏറ്റവും അധികം ഈ 10 വർഷവും ഏറ്റവും ഒടുവിൽ 2ാം പിണറായി സർക്കാരിന് പോലും കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ പഴി അവിടെ തിരുത്തുന്നു എന്നാണ് മിനിസ്റ്റർ ശ്രീ റോജി എം ജോൺ പറഞ്ഞു വെക്കുന്നത്. ആദ്യം തിരുത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോയിൻ്റാണ്. തീർച്ചയായും VD സതീശൻ സർക്കാർ ഒരു ജനകീയ സർക്കാരായി തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അബ്രഹാമിനൊപ്പം അൻഫ്രഡ് ഡിസൂസ.